Good morning, students. Adutha university question idana. Solve the initial value problem x square y double dash plus 3xy dash plus y is equal to 0. Y of 1 is equal to minus 3. Y dash 1 is equal to 1. June 2022 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഇതൊരു Euler-Cauchy ഇക്വേഷൻ ആണ്. Euler-Cauchy ഇക്വേഷൻ. Euler-Cauchy ഇക്വേഷൻ. അപ്പോൾ Euler-Cauchy ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം നിങ്ങൾ ഓർത്തിരിക്കണം. എന്താണ് Euler-Cauchy ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം? a0 x square y double dash plus a1 xy dash plus a2 x is 0 y is equal to 0 is equal to 0. ഇതാണ് Euler-Cauchy ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം. Euler-Cauchy ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ഫോം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് സ്റ്റാൻഡേർഡ് ഫോം? a0 x square y double dash plus a1 xy dash plus a2 x is 0 y. ഈ ഇക്വേഷനുമായിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ x square y double dashന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. ഇവിടെ എന്താണ്? a0 ആണ്. അപ്പൊ a0 സമയത്ത് കിട്ടും a0 ന്റെ വാല്യൂ നമുക്ക് 1 കിട്ടും. a1 xy ഡാഷിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. a1 ആണ്. അപ്പൊ a1 നമുക്ക് എന്ത് കിട്ടും? a2 x is 0. ഇവിടെ എന്ത് കിട്ടും? a2 ന്റെ കിട്ടും 1. അപ്പൊ തന്നിരിക്കുന്ന പ്രോബ്ലം ഈ ജനറൽ ഫോം ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ x square y ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യന്റ് ആണ് a0, x y ഡാഷിന്റെ കോഎഫിഷ്യന്റ് ആണ് a1, y യുടെ കോഎഫിഷ്യന്റ് ആണ് a2. അപ്പൊ നമുക്ക് a0 1 കിട്ടി, a1 3 കിട്ടി, a2 1 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? a0 m സ്ക്വയർ. അത് നിങ്ങൾ ബൈഹാർട്ടിൽ പഠിക്കണം. a0 m square plus a1 minus a0 into m plus a2 is equal to 0. ഇതാണ് ജനറൽ ഫോം ഓഫ് എ ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ അതായത് Euler-Cauchy ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? a0 m square plus a1 minus a0 into m plus a2 is equal to 0. ഇനി ഈ a0 a1 a2 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? m സ്ക്വയർ പ്ലസ് ഇവിടെ 3 minus 1 2m plus 1 is equal to 0. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? m plus 1 whole square is equal to 0 എന്ന് എഴുതാം. ന്റെ റൂട്ട് എത്രയാണ്? -1 -1. റൂട്ട്സ് ആർ റിപ്പീറ്റിംഗ്. റൂട്ട്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് m1 equal to m2 is equal to m ആണെങ്കിൽ ഇതിന്റെ y എഴുതാനുള്ള ഫോർമുല c1 plus c2 ln x x raised to m. ഇതാണ് ആ ഫോർമുല. ഇത് റൂട്ട്സ് ആർ റിപ്പീറ്റിംഗ്. y എഴുതാനുള്ള സൊല്യൂഷൻ എന്താണ്? c1 plus c2 ln x x raised to m ആണ്. ഇവിടെ നമുക്ക് y സമയത്ത് വരും y is equal to c1 plus c2 ln x x raised to -1. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. y is equal to c1 plus c2 ln x x raised to -1. ഇനി നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻസ് വന്ന് രണ്ട് ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ ഇനിഷ്യൽ കണ്ടീഷൻസ് ഉപയോഗിച്ച് c1 ഉം c2 ഉം കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ ഇനിഷ്യൽ കണ്ടീഷൻ എന്താണ്? y of 1 is equal to -3 എന്നാണ്. ഇപ്പൊ ഇവിടെ നമ്മള് -3 is equal to ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സിനൊക്കെ എന്ത് കൊടുക്കണം? 1 കൊടുക്കുമ്പോൾ c1 പ്ലസ് രണ്ടാമത്തെ log 1 തമ്മിൽ 0 ആണ്, 0 ആയിപ്പോവും. ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ 1/x 1 വരും. Therefore c1 ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? c1 ന്റെ വാല്യൂ -3. ഇനി നമുക്ക് അടുത്ത c2 കിട്ടണം. c2 കിട്ടണം എന്ത് ചെയ്യണം? y ഡാഷ് കണ്ടുപിടിക്കണം. y ഡാഷ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ c1 plus c2 ln x x raised to -1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1 into x raised to -2 x raised to -1 into ഇവിടെ c1 ന്റെ 0 c2 by x. ഇനി നമ്മൾ എന്ത് ചെയ്യണം? y ഡാഷ് 1 എന്നുള്ളത് 1 ആണ്. Therefore 1 is equal to ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ x എല്ലാം 1 കൊടുക്കണം. അപ്പൊ c1 പ്ലസ് രണ്ടാമത്തിൽ കൊടുക്കുന്നത് 0 ആയി പോകും. ഇവിടെ -1 by 1/1 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ 1/1 0 plus 0. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? 1 is equal to -c1 plus c2 -c1 ഇവിടെ -ന്റെ -c1 plus c2 വരും. നമുക്ക് കിട്ടേണ്ടത് c2 ആണ് കിട്ടേണ്ടത്. Therefore 1 plus c1 is equal to c2. Therefore c2 is equal to 1 minus c1 എത്രയാണ്? -3 ആണ്.
minus 3, 1 minus 3, that is minus 2. So C2 ന്റെ വാല്യൂ എത്ര കിട്ടി? C2 ന്റെ വാല്യൂ minus 2. C1 ന്റെ വാല്യൂ എത്ര കിട്ടി? minus 3. Therefore നമ്മുടെ സൊല്യൂഷൻ എന്താണ്? Therefore നമ്മുടെ സൊല്യൂഷൻ y is equal to C1 ന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? minus 3 എന്ന് കൊടുക്കുന്നു. C2 ന്റെ സ്ഥാനത്ത് കൊടുക്കുന്നു minus 2 ln x, then x raised to minus. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ട് കിട്ടുന്ന സൊല്യൂഷൻ. അപ്പോ C1 ന്റെ സ്ഥാനത്ത് ഞാൻ minus 3 കൊടുത്തു, C2 ന്റെ സ്ഥാനത്ത് minus 2 കൊടുത്തു. ഫൈനൽ ആൻസർ എന്ത് കിട്ടി? y is equal to minus 3 plus minus 2 ln x, x raised to minus 1. ഇത് എന്ത് ഇക്വേഷൻ ആണെന്ന് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇത് ഓയിലർ-കോഷി ഇക്വേഷൻ ആണ്. ഓയിലർ-കോഷി ഇക്വേഷൻ ആണെങ്കിൽ ഓയിലർ-കോഷി ഇക്വേഷന്റെ ജനറൽ ഫോം ഓർ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ ഓർത്തിരിക്കണം. എന്താണ് സ്റ്റാൻഡേർഡ് ഫോം? a naught x square y double dash, a naught x square y double dash plus a1 x y dash plus a2 x raised to 0 y is equal to 0. ഇതാണ് ഓയിലർ-കോഷി ഇക്വേഷന്റെ ജനറൽ ഫോം ഓർ സ്റ്റാൻഡേർഡ് ഫോം. അങ്ങനെ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ ജനറൽ ഫോം നമ്മുടെ തന്നിരിക്കുന്ന പ്രോബ്ലവുമായിട്ട് കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ a0 ന്റെ വാല്യൂ 1 കിട്ടും, a1 ന്റെ വാല്യൂ 3 കിട്ടും, a2 ന്റെ വാല്യൂ 1 കിട്ടും. കാരണം എന്താണ്? ഇവിടെ a0 x square y double dash, ഇവിടെ x square y double dash ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. ഇവിടെ എന്താണ്? a0 ആണ്. അപ്പൊ a0 is equal to 1. ഇവിടെ രണ്ടാമത്തെ a1 x y dash, x y dash ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ a1 ആണ്. ഇവിടെ എന്താണ്? 3. അപ്പൊ a1 is equal to 3. a2 x raised to 0 y, അതായത് y യുടെ കോഎഫിഷ്യന്റ് x 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. y യുടെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്. ഇവിടെ എന്താണ്? a2 ആണ്. അപ്പൊ a2 is equal to 1. അങ്ങനെ a2ഉം a1ഉം a0ഉം കണ്ടുപിടിക്കുക. അങ്ങനെ a2ഉം a0ഉം a1ഉം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഓക്സിലറി ഇക്വേഷൻ എഴുതണം. എന്താണ് ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത്? a0 m square plus a1 minus a0 into m, a1 minus a0 into m plus a2 is equal to 0. ഓക്സിലറി ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഓക്സിലറി ഇക്വേഷൻ എന്താണ്? a0 m square plus a1 minus a0 into m plus a2 is equal to 0. ഈ ഇക്വേഷനിൽ a0ന്റെയും a1ന്റെയും a2ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇതിന്റെ റൂട്ട്സ് -1 കിട്ടും. റൂട്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നു. റൂട്ട്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പ്രത്യേകത? അതിന്റെ സൊല്യൂഷൻ ഏതാണ്? ഫോർമുല എന്താണ്? ഇഫ് ദ റൂട്ട്സ് ആർ സേ m1 m2 is equal to m, രണ്ട് റൂട്ടും ഒരേപോലെ വരാണെങ്കിൽ -1 അല്ലെങ്കിൽ 2 ഇങ്ങനെ വരാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എഴുതാനുള്ള ഫോർമുല m1 equal to m2 is equal to m ആണെങ്കിൽ y is equal to c1 plus c2 ln x, x raised to m ആണ്. ഇവിടെ m ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? c1 plus c2 ln x, x raised to -1. അപ്പോൾ y എന്നുള്ള ആൻസർ കിട്ടിയ നമുക്ക്. ഇനി ഈ y യിൽ അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റന്റിനെ c1നെയും c2നെയും കണ്ടുപിടിക്കണം. ആ c1നെയും c2നെയും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ഒന്നാമത്തെ ഇനിഷ്യൽ കണ്ടീഷൻ എന്താണ്? y of 1 is equal to -3. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഇക്വേഷനിൽ y of 1 -3 ആകുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള x നമുക്ക് എന്ത് കൊടുക്കണം? 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ c1 പ്ലസ് ഇവിടെ രണ്ടാമത്തെ പാർട്ട് 0 ആയി പോകും. log 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ നമുക്ക് 1 അപ്പൊ c1 ന്റെ വാല്യൂ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -3 എടുക്കുക. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്ട് ഏത് റൂൾ ഉപയോഗിക്കണം? പ്രൊഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ ഉപയോഗിക്കണം. പ്രൊഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുമ്പോൾ c1 plus c2 ln x, x raised to -1 and differentiate ചെയ്യും. -1 into x raised to -2 plus x raised to -1 into ഇവിടെ നമ്മൾ c1 ന്റെ 0 c2 by x. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ x ന് പകരം 1 കൊടുക്കുക. y dash 1 is equal to 1. Therefore 1 is equal to c1 plus രണ്ടാമത്തെ പാർട്ട് 0 ആയി പോകും. -1 into 1/1 plus 1/1 0 plus c2. ഇത് ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 1 is equal to -c1 plus c2 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഈ c1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1 plus c1 equal to c2 എന്ന് വരും. അപ്പൊ c2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 plus c1. c1 ന്റെ വാല്യൂ നമുക്ക് അറിയാം 1 - 3. 1 - 3 എന്ന് പറഞ്ഞാൽ -2. അപ്പൊ c1 ന്റെ c2 ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ എന്താണ്? -3 -2 ln x, x raised to -2. ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ കിട്ടുക. ഇത് ജൂൺ 2022 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTE ചോദിച്ചതാണ്. ജൂൺ 2022 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTE ചോദിച്ച പ്രോബ്ലം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ജനറൽ ഫോം ഓഫ് ഓയിലർ-കോഷി ഇക്വേഷൻ എന്താണ്? a0 x square y double dash plus a1 x y dash
പ്ലസ് a2x0y ഈക്വൽ ടു 0. ഇതാണ് Euler-Cauchy ഇക്വേഷൻ. ഈ Euler-Cauchy ഇക്വേഷനുമായിട്ടാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ A0 കിട്ടും, A1 കിട്ടും, A2 കിട്ടും. A0ഉം A1ഉം A2ഉം കിട്ടിക്കഴിഞ്ഞാൽ ഓക്സിലറി ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ഓക്സിലറി ഇക്വേഷൻ എന്താണ്? A0m² പ്ലസ് A1 മൈനസ് A0 ഇൻറ്റു M പ്ലസ് A2 ഇസ് ഈക്വൽ ടു 0. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എമ്മിന്റെ വാല്യൂ കിട്ടും. ഇവിടെ എമ്മിന്റെ വാല്യൂ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നു, -1 റിപ്പീറ്റ് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ M1 ഈക്വൽ ടു M2 ഈക്വൽ ടു M ആണെങ്കിൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ y എഴുതാനുള്ള ഫോർമുല C1 പ്ലസ് C2 ln x റേസ് ടു m എന്നാണ്. x റേസ് ടു m. അപ്പൊ നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഇനി C1ന്റെ C2ന്റെ വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. ഒന്നാമത്തെ ഇനിഷ്യൽ കണ്ടീഷൻ y(1) -3 അപ്ലൈ ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷൻ y(1) y'1 = 1 അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്തപ്പോ C1ന്റെ വാല്യൂ നമുക്ക് -3 എന്നും C2ന്റെ വാല്യൂ -2 എന്നും കിട്ടി. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ വിൽ ബി y is equal to -3 -2 x raised to -1. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ, എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ.